സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങളിലും വിമർശനങ്ങൾക്കും മറുപടിയുമായി കിച്ചു എന്ന രാഹുൽ ദാസ് താനും അമ്മയും തമ്മിൽ തെറ്റുന്നത് കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നതെന്നും നെഗറ്റീവാണ് എല്ലാവർക്കും ആവശ്യമെന്നും രോക്ഷത്തോടെ കിച്ചു സുധി പറയുന്നു. റീച്ച് കിട്ടാൻ എനിക്ക് വേണേൽ ഓരോന്നും പറഞ്ഞു നടക്കാം, പക്ഷേ അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി അച്ഛന്റെ പേര് കളഞ്ഞേനെ. താൻ പൊട്ടനാണെന്ന് കരുതരുതെന്നും കിച്ചു കൂട്ടിച്ചേർത്തു. കിച്ചു സുധിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു? ഞാനും അമ്മയും തെറ്റണം, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയൂ, ഞാൻ അത് തിരുത്താം. ഇതുവരെ ഞാൻ അങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകും. നെഗറ്റീവുകൾ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, പക്ഷേ ഇപ്പോഴിങ്ങനെ ആയതുകൊണ്ട് സംസാരിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്കൊന്നും അറിയാത്ത കുറേ സിറ്റുവേഷനുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇവിടം വരെ എത്തി നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം സുഹൃത്തുക്കളാണ്. ഞാൻ പറയുന്നതിൽ എങ്ങനെയും നെഗറ്റീവ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാണ് കുറേ പേർ നടക്കുന്നത്. അങ്ങനെയുള്ളത് കിട്ടിയാലല്ലേ കണ്ടന്റ് ആവത്തുള്ളൂ. ഞാൻ വാ തുറക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഞാൻ പറയുന്നതിൽ എങ്ങനെയെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാണ് കുറേ പേർ നടക്കുന്നത്. അങ്ങനെയുള്ളത് കിട്ടിയാലല്ലേ കണ്ടന്റ് ആവുള്ളൂ. ഞാൻ വാ തുറക്കുന്നില്ലെന്നല്ലേ പ്രശ്നം. ഇനി തുറക്കാം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ കിച്ചുവിന് നട്ടല്ലില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരവും. രണ്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നെഗറ്റീവാണ് ആളുകൾക്ക് വേണ്ടത്. ഞാൻ ആരെയും കൈവിടാനും കൈപിടിക്കാനും പോകുന്നില്ല. എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനാണ് നോക്കുന്നത്. അമ്മ എൻ്റെ ഇഷ്ടങ്ങളിലൊന്നും ഇടപെടുന്നില്ല, ഞാനും അതുപോലെ ഇടപെടുന്നില്ല. എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് മാത്രം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കും, ചില്ലറ വല്ലതും വേണമെങ്കിൽ. അങ്ങനെയൊക്കെ ഉള്ളൂ. നെഗറ്റീവ് കേൾക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അടുത്ത മാസത്തേക്കുള്ള റവന്യൂ എൻ്റെ വീഡിയോയിൽ നിന്ന് കിട്ടിയില്ലേ? ഇനി നിർത്തിക്കോ. റീച്ച് കിട്ടാൻ എനിക്ക് വേണേൽ ഓരോന്ന് പറഞ്ഞു നടക്കാം, പക്ഷേ അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി അച്ഛൻ്റെ പേര് കളഞ്ഞേനെ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പൊട്ടനാണെന്ന് വിചാരിക്കരുത്.